ആരോരുമില്ലാത്ത തെണ്ടി. അമ്മച്ചിക്ക് ആദ്യം കണ്ടപ്പോ വിഷമായ അവനൊരുത്തിനെ കൊണ്ടുവന്നു അറിഞ്ഞപ്പോ വിഷമായി മോളെ. എനിക്ക് ഇടനെഞ്ചു പൊട്ടിയെൻ്റെ. പിന്നെ മോളെ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ അറിയണ മോളെ കല്യാണം കഴിഞ്ഞിട്ടില്ലാന്ന് പിന്നെ വിഷമായി. അമ്മച്ചി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, എന്നേക്കാൾ നല്ല പെൺകുട്ടീനെ സഞ്ചാരനോണ്ട് നമുക്ക് കെട്ടിക്കാം. അറിയണ്ട സഞ്ജു ലേസിങ്ങനെ നുടഞ്ഞിരുന്നാ മതിയാ. കുടുംബത്തെ എന്തൊക്കെയാ നടക്കണേന്ന് അറിയോ? ഒരു മണ്ടത്തിലും കാണിക്കാൻ പോണേ സഞ്ജുനെ കെട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്. അറേഞ്ച് മാരേജ് എന്റെ പട്ടി നോക്കും. അപ്പച്ചൻ ഇടക്കിടക്ക് പറയാറുണ്ട് അറേഞ്ച് മാരേജ് കെട്ടിയതിന്റെ ഒരു പ്രശ്നം. അത് അമ്മ കേൾക്കാറില്ല എന്നുള്ളൂ. ഒറ്റയ്ക്ക് ഇരുന്ന് തിന്നണോ നീ ഒറ്റക്കുരങ്ങിന്റെ പോലെ? കുട്ടികൾക്ക് കൊടുക്കടാ. ഇവർക്കൊന്നും വേണ്ടെന്നാ പറഞ്ഞ, അല്ലെങ്കിൽ ഇവർ ചോദിക്കില്ലേ നിനക്ക് വേണ്ടല്ലോ നീ 2 പീസ് എടുത്തോ. അയ്യോ ദേ ചുമ്മാ അത് കഴിക്കണ്ട, ചുമയെന്നല്ലേ പറഞ്ഞ. നീ പോയിട്ട് കുട്ടികളുടെ സിറപ്പ് കിട്ടും മെഡിക്കൽ ഷോപ്പിൽ ആ പാപ്പന് പോയി വാങ്ങിക്കോ. ഇവന്റെ പ്രായത്തിലുള്ള പിള്ളേർക്കൊന്നും പെണ്ണ് കിട്ടണല്ലേ മോളെ, അതാണ് എനിക്ക് ടെൻഷൻ. കല്യാണം നടത്തണമെങ്കിലേ മിനിമം 1500-3000 പേരെങ്കിലും വിളിക്കേണ്ടി വരും. ആർഭാടായിട്ട് തന്നെ നടത്തണം. ഇപ്പൊ എന്താ സഞ്ചാട്ട് ഇങ്ങനൊരു ടോക്ക്? രജിസ്റ്റർ മാരേജ് മതി, പൈസ ചെലവ് ചുരുക്കിട്ട് മതി എന്നൊക്കെ പറഞ്ഞിട്ട്. ചെലവാക്കാൻ കുറേ ആണെന്ന് പറയുമ്പോഴേ അതിനെ കുറിച്ച് പിന്നെ സംസാരിക്കില്ല. പിന്നെ കെട്ടെന്ന് പറയാൻ നോക്കി ഇരിക്കണോക്കി. നിങ്ങൾ ഈ സഞ്ജുന്റെ കല്യാണത്തിന് വിളിച്ച് ആലോചിക്കണ്ടേ? എന്റെ കല്യാണത്തിന് വിളിച്ചൊന്നും ആലോചിച്ചൂടെ? ഈ ആദ്യം തന്നെ മുട്ടയിന്ന് വിരിയുന്നിട്ട് ആലോചിക്കാൻ നിന്റെ കല്യാണം. നിങ്ങൾ എന്നെ ഇപ്പൊ പഠിപ്പിക്കണേ വലുതാവുമ്പോ ജോലി കിട്ടാനല്ലേ? അപ്പൊ അതേപോലെ കണക്കൂട്ടിയാൽ മതി. അപാര ബുദ്ധിയാണെന്റെ. ഇതിലേതാ ഒരു 1 മിസ്റ്റർ സഞ്ജു? ഞാനാണ് മിസ്റ്റർ സഞ്ജു. ആരാണ്? ഇത് ചിന്തനാണല്ലോ. വല്ല വല്ലായിരിക്കും. Are you familiar with this face? I know you know him. ഇംഗ്ലീഷാ? ഏയ് ബദൽ സൊല്ലടി. Yeah. He know him. They are best friends. That's right. ഇത് ചിന്തനാണല്ലോ. പന്നക്കണ്ടി ചിന്ത എന്ത് വള്ളിയാണ് എൻ്റെ കുടുംബത്തേക്ക് കിട്ടിക്കണം. He's looking like one of my friend. You know മലയാളം? എന്നിട്ട് പ്രശ്നമാവും. അത് ഞാൻ അവനോട് നേരിട്ട് പറഞ്ഞോളാം. അല്ല എന്തെങ്കിലും കൊടുക്കാണ്ടെങ്കിലേ ഞാൻ വരുമ്പോ കൊടുക്കാന്നാ പറഞ്ഞ മോളെ. എനിക്ക് അവൻ കൊടുക്കാണ്ട് ഒരു ഉമ്മയാണെങ്കിൽ താൻ കൊടുക്കുമോ? അവൻ വരുമ്പോ പറഞ്ഞേക്കേ ഒരുക്കം ഒന്ന് അന്വേഷിച്ചു പോയിന്ന്. എന്തുണ്ടാ പെണ്ണ് പറഞ്ഞു പോയേ? സ്വിഗ്ഗിയിൽ ഇപ്പൊ ഉമ്മ ഡെലിവറി ഉണ്ടെന്ന് തോന്നാ. അപ്പൊ ബാഗൊന്നും കാണാനില്ല. ഉമ്മ ആരെങ്കിലും ബാഗിൽ വെച്ച് കൊണ്ടുവരുമോ? അപ്പൊ തന്നെ ഫോൺ എന്തായാലും ഞാൻ ഒന്ന് നോട്ടെ അവരുടെ ഓർഡർ ചെയ്തിട്ടോ.